അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് അടരുതിലാഹേ എന്നെ. വേദിയിൽ പുരുഷരായ ബഹുദരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ബഹുമാനായ ശൈഖുനാ മാനിയൂർ ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഇവിടുത്തെ ബർസഖിയായ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഉസ്താദിനെ അനുസ്മരണവും അതുപോലെ തന്നെ ദുആ സദസ്സുമാണ് അൽഹംദുലില്ലാഹ് ഇവിടെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് ദുആയിക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സമയം നല്ലതുപോലെ താമസിച്ചു. ഒരുപാട് മണിക്കൂറുകളായി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവര്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നിങ്ങളോട് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇരിക്കുന്ന ഓരോരുത്തരോടും ശൈഖുനായെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ മണിക്കൂറുകൾ, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അനുഭവങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉസ്താദിനെ കുറിച്ച് ഞാനങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം. ഇന്നത്തെ മജ്ലിസ് ദുആയിക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസാണ്. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദ് അവരുടെ കുറിച്ച് നമുക്കറിയാം, ഉസ്താദിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്കറിയാം. മാണിയൂർ ഉസ്താദിനെ കുറിച്ച് നമ്മൾ പ്രത്യേകമായി ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ എടുത്തു നോക്കുക. ഞാൻ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഉസ്താദുമായിട്ടൊരു ബന്ധമുണ്ട്. എന്റെ പ്രിയ സുഹൃത്ത് ഇസ്മായിൽ ഖാസി ഉസ്താദ് ഉൾപ്പെടെ എന്റെ പ്രിയപ്പെട്ട 3-4 സുഹൃത്തുക്കൾ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. ഉസ്താദ് തൃക്കരിപ്പൂര് മുനവറിൽ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഉസ്താദിനെ പലപ്പോഴും കാണാൻ പോയിട്ടുണ്ട്. ആ കാണാൻ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട ശൈഖുന ഉസ്താദിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് എല്ലാവരോടുമുള്ള ഉസ്താദിന്റെ ആ ഒരു പെരുമാറ്റമാണ്. പ്രായം കുറഞ്ഞവരാകട്ടെ, ആലിമീങ്ങളാകട്ടെ, സയ്യിദന്മാരാകട്ടെ, ഓരോരുത്തരോടും ഉസ്താദ് കാണിക്കുന്ന ആ ഒരു വല്ലാത്ത അമിതമായിട്ടുള്ള ഒരു സ്നേഹം, ഒരു ആദരവ്, ഒരു ബഹുമാനം. ഞങ്ങൾക്ക് ഉസ്താദിനെ കാണാൻ പോകുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുത്ത് ചായ കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കാറുണ്ട്. സയ്യിദന്മാരെ വല്ലാതെ ബഹുമാനിച്ചിരുന്ന മുതഅല്ലിമീങ്ങളോട് വല്ലാത്ത സ്നേഹം, പ്രായമുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന തന്നെ ഉസ്താദ് കൊടുക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവர்கள் അല്ലാഹു ഇത്രയും വലിയ ഉയരങ്ങളിൽ എത്തിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു കാരണം തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, മൻ തകബ്ബറ വദഅഹു അല്ലാഹ്, മൻ തവാളഅ റഫഅഹു അല്ലാഹ്. ഏതൊരു മനുഷ്യനാണോ വിനയം കാണിക്കുന്നത്, ആ വിനയം കാണിക്കുന്ന മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമെന്ന മുത്തുനബിയുടെ ഹദീസ്. ഉസ്താദ് അവരുടെ ആ ഒരു പെരുമാറ്റം കണ്ടാൽ ഏതും മനുഷ്യന്റെയും മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു പോകുന്ന, പടച്ചവനെ മനസ്സറിയാതെ സ്നേഹിച്ചു പോകുന്ന ഒരു വലിയ ഗുണം, ആരോടുമുള്ള പെരുമാറ്റം, വളരെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, വളരെ താഴ്മയോടുകൂടിയുള്ള ഒരു സംസാരം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവരുടെ ദുആയിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഇജാബത്ത് തന്നെ അല്ലാഹു കൊടുത്തു. ഒരു വാക്ക് പറഞ്ഞാൽ ഏത് രോഗിയും വരുമ്പോൾ ഉസ്താദ് അവരുടെ വായിൽ നിന്ന് വരുന്നൊരു വാക്ക്, ഒരൽപ്പം വെള്ളം, അതിനൊക്കെ വല്ലാത്ത ശിഫയുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ, പ്രിയപ്പെട്ട സുഹൃത്ത് ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും പലപ്പോഴും ഉസ്താദിന്റെ വെള്ളം ഞാൻ എൻ്റെ മക്കൾക്ക്, എൻ്റെ അനുഭവത്തിൽ തന്നെ എത്രയോ പേർക്കും മക്കളില്ല
മക്കളില്ലാതെ വർഷങ്ങളായി മക്കളില്ലാത്തവർക്ക് ഉസ്താദിന്റെ അടുക്കൽ ഇസ്മായിൽ ഖാസിമി എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, ഉസ്താദിന്റെ ശിഷ്യനാ, എന്റെ കയ്യിൽ വെള്ളം വാങ്ങി തന്നിട്ട് അൽഹംദുലില്ലാ വർഷങ്ങളോളം മക്കളില്ലാതെ കഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പരിശുദ്ധമായ മക്കത്ത് പോയിട്ട് ഉണ്ടായിരുന്ന ജോലി മാറ്റിവെച്ച് മക്കത്ത് പോയി വർഷങ്ങളോളം ദുആ ചെയ്ത് കഴിഞ്ഞ ഒരു കുടുംബം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർക്ക് അവിടെ നിന്ന് ഞാൻ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. അൽഹംദുലില്ലാ 3 മക്കളെ ഒറ്റ പ്രസവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അല്ലാഹു ആ മക്കളെയൊക്കെ നല്ല മക്കളാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഇതുപോലെ പറയാൻ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ആ ഉസ്താദിന്റെ അനുസ്മരണമാണ് ദിവസമാണ് അൽഹംദുലില്ലാ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മജ്ലിസ് തുടങ്ങുമ്പോൾ മഴ പെയ്തു, അതും ദുആയ്ക്ക് ഇജാബത്തുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് മഴ പെയ്യുക. മഴ പെയ്യുന്ന സമയത്തുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് ദുആയ്ക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഒരു ആമീന്റെ ഒന്നും ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അല്ലാഹു ഈ മജ്ലിസ് ദുആയ്ക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു ഈ മജ്ലിസിൽ ഇരുന്നിട്ട് ആരാണോ ഉറക്ക ആമീൻ പറഞ്ഞത്, ആ ആമീൻ പറഞ്ഞ അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ആമീനൊക്കെ ഒന്നും ഇടക്കുന്നുണ്ടോ? ഇപ്പൊ ആമീന്റെ ഒക്കെ ശബ്ദം അറിയാതെ കൂടിയത് കണ്ടോ? വേണമെന്ന് വെച്ചാൽ ചക്കബേരിലേക്ക് അയക്കും. അപ്പൊ അൽഹംദുലില്ലാ ഞാനും വലിയ സന്തോഷത്തില്, അൽഹംദുലില്ലാ വലിയ സന്തോഷത്തിൽ ഈ മജ്ലിസിൽ കൂടാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കരുതുന്നു. ഞാനും ദുആയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ.